Hi students, today I am going to teach you about AMTD and fouling factor in HMD. Okay, first of all we can discuss about AMTD. AMTD is the abbreviation of arithmetic mean temperature difference. Arithmetic mean temperature difference. This AMTD is a very important tool or very easy tool for determining the heat transfer in our heat exchangers. Okay, that is, it is the easiest way to calculate the mean temperature difference in a heat exchanger. അതായത് AMTD എന്ന് പറയുന്നത് എൻ്റെ ഫുൾ ഫോം അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ടു കാൽക്കുലേറ്റ് ദ മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ എ ഹീറ്റ് എക്സ്ചേഞ്ചർ. But before going to AMTD method, we have to know about this temperature distribution diagram. അപ്പോൾ ഈ AMTD എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരച്ച് അതിൽ നിന്നാണ് നമ്മൾ ഈ AMTD കൊണ്ടുവരുന്നത്. എന്താണെന്ന് മനസ്സിലാക്കാൻ അത് വരച്ച് അതിൽ നിന്നേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമാണ്. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ടെമ്പറേച്ചർ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നതിനെ കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ദാറ്റ് ഈസ് ഇൻ എ ഹീറ്റ് എക്സ്ചേഞ്ചർ എ ഡയഗ്രാം വിച്ച് ഷോസ് ദ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഈസ് കോൾഡ് ആസ് എ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഫസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമിൽ ഞാൻ ഓരോ ഫ്ലൂയിഡിനെയും ഓരോ ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഫ്ലൂയിഡിനെ ഹോട്ട് ഫ്ലൂയിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ലൈന്, അടുത്ത കോൾഡ് ഫ്ലൂയിഡിനെ അടുത്തൊരു ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ് എന്ന് നമുക്ക് പറയാം. ഇതൊരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെതായതുകൊണ്ടാണ് രണ്ട് ഡയഗ്രാമും ഒരേ ആരോ, രണ്ട് ഫ്ലൂയിഡിന് ഒരേ സൈഡിൽ ആരോ കൊടുത്തിരിക്കുന്നത്. ഇതിൽ T1 T2 സ്മാൾ T1 സ്മാൾ T2 കൊടുത്തിരിക്കുകയാണ്. അതെന്തുവാണെന്നുള്ളത് നമ്മൾ അടുത്ത് നോക്കുന്ന അതാണ്. ഓരോന്നിനെയും കുറിച്ചാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. ക്യാപിറ്റൽ T1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ, അതായത് ഹോട്ട് ഫ്ലൂയിഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് എൻ്റർ ആവുന്ന ടെമ്പറേച്ചറാണ് ക്യാപിറ്റൽ T1. ഇനി ക്യാപിറ്റൽ T2 എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. ഹോട്ട് ഫ്ലൂയിഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് നിന്ന് പുറത്ത് പോകുന്ന ടെമ്പറേച്ചറാണ് ക്യാപിറ്റൽ T2. അതേപോലെ സ്മാൾ T1 എന്ന് പറയുന്നത് ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ്. കോൾഡ് ഫ്ലൂയിഡ് നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് എൻ്റർ ആവുന്ന ടെമ്പറേച്ചറാണ് സ്മാൾ T1. സ്മാൾ T2 എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ്. കോൾഡ് ഫ്ലൂയിഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തുനിന്ന് പുറത്ത് പോകുന്ന ടെമ്പറേച്ചറാണ് സ്മാൾ T2. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ AMTD എന്താണെന്നാണ് നമ്മളടുത്ത് എഴുതാൻ പോകുന്നത്. അതായത് T1 പ്ലസ് T2/2 മൈനസ് എന്ന് പറയുന്നത് T1 പ്ലസ് T2/2 എന്ന് പറയുന്നത് നമുക്കറിയാം മീൻ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. ഹോട്ട് ഫ്ലൂയിഡിൻ്റെ മീൻ ടെമ്പറേച്ചറാണ് T1 പ്ലസ് T2/2 എന്ന് പറയുന്നത്. അടുത്തത് സ്മാൾ T1 പ്ലസ് സ്മാൾ T2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ മീൻ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡാണ്. മീൻ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും നമുക്കറിയാം. ക്യാപിറ്റൽ T1 പ്ലസ് ക്യാപിറ്റൽ T2/2, അതേ കണക്ക് തന്നെ സ്മാൾ T1 പ്ലസ് സ്മാൾ T2/2 എന്താണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AMTD എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസാണ്. അതായത് ഈ മീൻ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആൻഡ്
മീൻ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ AMTD അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് AMTD ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 ബൈ 2, ക്യാപിറ്റൽ T1 പ്ലസ് ക്യാപിറ്റൽ T2 ബൈ 2 മൈനസ് ഓഫ് സ്മാൾ T1 പ്ലസ് സ്മാൾ T2 ബൈ 2. അതായത് മീൻ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് മൈനസ് മീൻ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ്. അതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഈ ഹോട്ട് ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈന് ഒരു സ്ലാൻഡിങ് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ കോൾഡ് ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ അതും ഒരു സ്ലാൻഡിങ് ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഹോട്ട് ഫ്ലൂയിഡിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ T1 ഈസ് ഡിക്രീസിങ് ഫ്രം ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റേക്ക് പോകുമ്പോൾ ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. അതേപോലെ കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് കൂടി ഔട്ട്ലെറ്റിൽ വരുമ്പോൾ T2 ആയിട്ട് പുറത്ത് കിട്ടുന്നു. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് ഫ്ലൂയിഡ് പുറത്തോട്ട് വിടുന്ന ഹീറ്റ് കോൾഡ് ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്തെടുക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ദറ്റ് ഈസ് the heat energy which is released by the hot fluid is absorbed by the cold fluid. അതാണ് കാര്യം. Heat energy given out by the hot fluid is absorbed by അല്ലെങ്കിൽ is transferred to the cold fluid നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് AMTD, എന്താണ് അതിനകത്ത് ടെമ്പറേച്ചർ വേരിയേഷൻസ് എങ്ങനെ വരുന്നു, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് എങ്ങനെയാണ് ടെമ്പറേച്ചർ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്ന് കോൾഡ് ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സാണ്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് അപ്പോൾ നമുക്കറിയാം, ഫൗളിംഗ് ഫാക്ടർ, ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ല, ഫൗളിംഗ് ഫാക്ടറാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അപ്പോൾ ഫൗളിംഗ് ഫാക്ടർ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊരു പൈപ്പിനെ കൺസിഡർ ചെയ്യും. ഈ പൈപ്പിനകത്തൂടെ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടറോ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ്, ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്ത് പോവുകയാണെന്ന് വെച്ചു. അങ്ങനെ ഫ്ലോ ചെയ്ത് പോകുമ്പം ഇതിൻ്റെ ഇന്നർ വാൾസിൽ സ്കെയിൽസ് ഫോർമേഷൻ നടക്കും. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പാട പോലെ ഒരു സംഭവം ഫോമായി വരും. നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ആവശ്യത്തിന് നമ്മളൊരു PVC പൈപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന പൈപ്പാണെങ്കിൽ അതിൻ്റെ ഇന്നർ വാൾസിൽ ഇത് കണക്ക് സ്കെയിൽ ഫോർമേഷൻ, ചെളി പോലെ ഒരു ഫോർമേഷൻ ഉണ്ടാകുന്നത് കാണാം. അതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്കെയിലാണ്. അതായത് when a fluid is continuously flowing through a pipe, some scales are formed on the inside surface of that pipe. പൈപ്പിൻ്റെ ഇന്നർ സർഫസിൽ ഒരു സ്കെയിൽ ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ സ്കെയിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിന് എതിരായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് സ്കെയിൽ ഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കുറയും എന്നർത്ഥം. This scaling is called as fouling. ഈ സ്കെയിലിങ്ങിന് പറയുന്ന പേരാണ് ഫൗളിംഗ് എന്ന് പറയുന്നത്. ഫൗളിംഗ് എന്ന് പറഞ്ഞാൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്കെയിൽസ് ഫോർമേഷൻ നടക്കുമ്പോൾ അവിടെ ആക്ച്വലി ഈ പൈപ്പിൻ്റെ ഇന്നർ വാൾസും അതിനകത്തൂടെ പോകുന്ന ഫ്ലൂയിഡും തമ്മിൽ ടച്ച് ചെയ്യാൻ ഈ സ്കെയിൽ ഫോർമേഷൻ ഉണ്ടെങ്കിൽ തടസ്സം ഉണ്ടാകും. ഈ സ്കെയിൽ എന്ന് പറയുന്നത് റസ്റ്റ് ആവാം, തുരുമ്പാവാം, ബോയിലർ സ്കെയിൽസ് ആവാം, പിന്നെ സം സെഡിമെൻറ്റ്സ് ആവാം, കോക്ക് ആവാം, സം സാൾട്സ് ആവാം. ഇതെല്ലാം കൊണ്ട് സ്കെയിൽ ഫോർമേഷൻ ഉണ്ടാവാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കേസാണെങ്കിൽ നമ്മൾ വല്ല റിവർ വാട്ടറോ സീ വാട്ടറോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ വേരിയസ് സെഡിമെൻറ്റ്സ് കാണും. അത് കാരണം നമുക്ക് ഈ പറയുന്ന സ്കെയിൽ ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഡ്യൂ ടു ദിസ് സ്കെയിൽ ഫോർമേഷൻ
ഈ സ്കെയിൽ ഫോർമേഷൻ കാരണം നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ആവും. ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ആവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതലാവും. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാൻ വേണ്ടിയുള്ള റെസിസ്റ്റൻസ് കൂടുതലാവും. അപ്പോൾ ആ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ബിക്കോസ് തെർമൽ റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പുറത്ത് ഒരു സ്കെയിൽ ഫോർമേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ പെയിൻറ്റ് കോട്ട് ചെയ്താൽ അതിനകത്തുള്ള ഹീറ്റ് പുറത്തോട്ട് വരുന്നത് എങ്ങനെ തടയുന്നുവോ അതേപോലെ സ്കെയിൽ വിൽ റെഡ്യൂസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ. അതാണ് കാര്യം. അപ്പോൾ ഈ പറയുന്ന തെർമൽ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് യു എന്നും കുറയും. ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് യു വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഇതാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്കെയിൽ എന്താണെന്നറിയാം. ഒരു പാട പോലെ ഫോമായി വരുന്ന ഈ പറയുന്ന എന്താണ് നമ്മുടെ പൈപ്സിനകത്ത് ഫോമായി വരുന്ന ഒരു പാട പോലുള്ള സംഭവത്തിനാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് സെഡിമെൻറ്റ്സ് കൊണ്ടാവാം, അങ്ങനെ സാൾട്ട് കൊണ്ടാവാം, അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഹീറ്റ് ട്രാൻസ്ഫർ കുറയും. അതാണ് അതിൻ്റെ മെയിൻ എഫക്റ്റ്. ഫോർ എ സ്കെയിൽ ഫ്രീ സർഫസ്, സ്കെയിൽ ഇല്ലാത്ത ഒരു സർഫസ് ആണെങ്കിൽ ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് യു എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആൻഡ് ഫോർ എ സ്കെയിൽഡ് സർഫസ്, ഒരു സ്കെയിലുള്ള ഒരു സർഫസ് ആണെങ്കിൽ, സ്കെയിൽ ഫോർമേഷൻ നടന്ന സർഫസ് ആണെങ്കിൽ യു ഈസ് ലെസ്, ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് യു കുറവായിരിക്കും. അപ്പം നമുക്കെപ്പോഴും സ്കെയിൽ ഫോർമേഷൻ ഈസ് എ ബാഡ് എഫക്റ്റ്. സ്കെയിൽ ഫോർമേഷൻ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ സ്കെയിൽ ഫോർമേഷൻ അഥവാ ഉണ്ടാവാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞാലും പല ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എടുത്താലും നമുക്ക് ഈ സ്കെയിൽ ഫോർമേഷൻ അതിലുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ കാൽക്കുലേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം നമ്മൾ ഈ സ്കെയിൽ ഫോർമേഷൻ്റെ എഫക്റ്റും അതിനകത്ത് ഇൻക്ലൂഡഡ് ചെയ്യണം. ടു ഇൻക്ലൂഡ് ദിസ് എഫക്റ്റ് ഓഫ് സ്കെയിലിംഗ്, എ ഫാക്ടർ കോൾഡ് as ഫൗളിംഗ് ഫാക്ടർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് ഈ സ്കെയിൽ ഫോർമേഷൻ്റെ എഫക്റ്റ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പം അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു ഫാക്ടറിൻ്റെ പേരാണ് ഫൗളിംഗ് ഫാക്ടർ. ഈ ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് യു കണ്ടുപിടിക്കുന്ന ഇക്വേഷനകത്ത് ഈ പറഞ്ഞ ഫൗളിംഗ് ഫാക്ടർ ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഫൗളിംഗ് ഫാക്ടർ അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഫൗളിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു യു എഫ് മൈനസ് യു. യു എഫ് എന്ന് പറഞ്ഞാൽ സ്കെയിൽ ഫോർമേഷൻ, അതായത് വേർ യു എഫ് എന്ന് പറഞ്ഞാൽ യു UF is the overall heat transfer coefficient for a fouled അല്ലെങ്കിൽ സ്കെയിൽഡ് സർഫസിൻ്റെ ഉള്ള ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് UF. ഇനി അതേപോലെ യു എന്ന് പറഞ്ഞാൽ യു ഈസ് ദ ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഫോർ ക്ലീൻ സർഫസ്. ഒരു ക്ലീൻ സർഫസ്, സ്കെയിൽ ഫോർമേഷൻ ഇല്ലാത്ത ഒരു സർഫസിൻ്റെ ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് യു. അപ്പം UF എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത് വേണം ചില പ്രോബ്ലംസിൽ ചെയ്യാൻ. അത് ആദ്യമേ ഒരു പ്രോബ്ലത്തിൽ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന് AMTD, അരിത്മെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. സെക്കൻഡ് വൺ ഈസ് ഫൗളിംഗ് ഫാക്ടർ. ഇനി ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഇത്രയും നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെസ്പോൺസിബിളാണ്. ആഫ്റ്റർ സീയിങ് ദീസ് വീഡിയോസ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിലൊന്നാമത്തെന്ന് പറഞ്ഞാൽ AMTD എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഡിഫൈൻ
AMTD, അതായത് അരിത്തമെറ്റിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ, വാട്ട് ഈസ് സ്കെയിൽ ഫോർമേഷൻ? സ്കെയിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്